നമസ്കാരം. 5 സംസ്ഥാനങ്ങളിലെ കനത്ത തോൽവിയെ തുടർന്ന് കോൺഗ്രസിൽ പടയൊരുക്കം. പ്രവർത്തക സമിതി യോഗത്തിൽ നേതൃമാറ്റം ശക്തമായി ഉന്നയിക്കാനാണ് തിരുത്തൽവാദി നേതാക്കളുടെ തീരുമാനം. പാർട്ടിയിൽ അടിമുടി മാറ്റം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നേതാക്കൾ. ഈ ആവശ്യം കോൺഗ്രസിൽ അംഗീകരിക്കപ്പെടുമോ? ഉൾപോരിൽ വലയുന്ന കോൺഗ്രസിന് മുന്നിൽ എന്ത്? പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. കോൺഗ്രസിൽ പടയൊരുക്കുമോ? പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471-354-2100. വാട്സപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് ആദ്യം വടകരയിൽ നിന്നും ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, സ്വാഗതം. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. കനത്ത തോൽവി കോൺഗ്രസ് ഏറ്റുവാങ്ങി. അതിന് പിന്നാലെയും ഇപ്പോൾ കോൺഗ്രസിൽ വലിയ തോതിലുള്ള പടയൊരുക്കമാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ തിരുത്തൽ നേതാക്കൾ എന്നാവശ്യപ്പെടുന്ന G23 നേതാക്കളെല്ലാം വലിയ ശക്തമായ നിലപാടുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവർ യോഗം ചേർന്നു. പ്രവർത്തക സമിതി യോഗം ചേരണമെന്ന് പറയുന്നു. നാളെ പ്രവർത്തക സമിതി യോഗം ചേരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു തിരിച്ചുവരാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? സാറേ നമസ്കാരം. പറയൂ. ഞാൻ ഏറ്റവും പാവപ്പെട്ട ഒരു കോൺഗ്രസ് അനുഭാവിയാ സാറേ, ഒരു പാവപ്പെട്ട തൊഴിലാളിയാ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ KC വേണുഗോപാലിനെ പോലത്തെ ആളെയൊക്കെ AICCയിൽ എടുത്തിട്ട് കോൺഗ്രസിനെ ഈ KC വേണുഗോപാൽ തന്നെയാണ് ഈ രാഹുൽ ഗാന്ധിനെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുന്നതാണ് ശരിക്ക്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം കേരളത്തിൽ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് നാമനിർദ്ദേശം ചെയ്ത ഒരുപാട് സ്ഥാനാർത്ഥികൾ സംസ്ഥാന തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് എന്താ സ്ഥിതി ഉണ്ടായത്? ശ്രീ ബാലകൃഷ്ണൻ, ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ തളർന്നു പോകുന്നതാണോ പ്രസ്ഥാനം? അങ്ങനെ അതുകൊണ്ടല്ല അങ്ങനെ AICC രാഹുൽ ഗാന്ധിനെ കുരങ്ങ് കളിപ്പിക്കുന്നുണ്ട് ഈ KC വേണുഗോപാൽ. നിങ്ങൾ കണ്ടില്ലേ, മറ്റുള്ള നേതാക്കന്മാരിലെല്ലാം വ്യത്യസ്തമായ രാജസ്ഥാനിലും പഞ്ചാബിലും ഒക്കെ പ്രശ്നമാകുമ്പോൾ ഇദ്ദേഹമാണ് പോകുന്നത്. ഇദ്ദേഹത്തിന് എന്താണ് ഇത്ര അധികം ഇതുള്ളത്? എത്ര തലമുതിർന്ന നേതാക്കന്മാർ ദേശീയ തലത്തിലുണ്ട്? ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിനെ കുരങ്ങ് കളിപ്പിക്കുകയാണ് KC വേണുഗോപാൽ. ഒരു നേതൃമാറ്റത്തിന്റെ ആവശ്യം വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഈ പറഞ്ഞ നേതൃമാറ്റമല്ല, ഇനി എന്ത് മാറ്റേണ്ടാലും കോൺഗ്രസിനെ രക്ഷപ്പെടുത്തുന്ന എളുപ്പമുള്ള സംഭവമൊന്നുമല്ല. കാരണം നന്ദി ശ്രീ ബാലകൃഷ്ണൻ, താങ്കളുടെ പ്രതികരണത്തിന് നന്ദി. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് എന്ന പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ, മുഹമ്മദ്, ഈ ഓരോ തോൽവി ഉണ്ടാകുമ്പോഴും പഠിക്കാൻ ഒരു സമിതി അങ്ങ് നിയോഗിക്കും. ആ സമിതി 2 ആഴ്ച കൊണ്ട് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറയും. വർഷങ്ങൾ കഴിഞ്ഞാൽ ആ റിപ്പോർട്ടും കാണില്ല, മറ്റൊന്നും കാണില്ല. ഇപ്പോൾ കേരളത്തിലെ അടക്കം കോൺഗ്രസിൻ്റെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. അത് എന്തായി എന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ ആണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നു പോകുന്നത്. ഇപ്പോൾ നാളെ പ്രവർത്തക സമിതി യോഗം ചേരാനും പോകുന്നു. എന്തെങ്കിലും പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ചെന്നിത്തല സാർ ഇപ്പോൾ പറഞ്ഞു, ഞങ്ങള് തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകുന്ന ഇപ്പോൾ ന്യൂസ് 8 പറഞ്ഞു. അപ്പോ അതങ്ങനെ പറഞ്ഞു. അങ്ങനെ മറ്റു പലരും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാറേ. ഇനി വേറൊന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പൊ ഇതിന്റെ മുമ്പ് പറഞ്ഞ ആള് വളരെ ഒരു നേതാവിനെ പറ്റി മോശമായിട്ട് എന്നുവെച്ചാൽ അയാളെ കാര്യങ്ങളെ സംബന്ധിച്ചും കുരങ്ങ് കളിപ്പിച്ചാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. അതിലേറെ വലിയൊരു നേതാവുണ്ട് സാറേ, ഡൽഹി കുത്തിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ ഇവിടെ ഒന്ന് വരിക, എവിടെ നമ്മളെ കേരളത്തിലൊന്ന് വരിക, CPM 100 വർഷത്തിന് അധികാരത്തിൽ വരൂല എന്നും പറഞ്ഞു പോവുക. അങ്ങനെ ഓരോ സമയത്തും ഓരോന്ന് വന്ന് പറയാന്നല്ലാതെ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് അയാൾക്ക് ഡൽഹിക്ക് പോരാൻ വേണ്ടിയിട്ട് രാജ്യസഭയിൽ ഇവിടെ ഒരു കൊച്ചു വിമാനത്താവളമാണെന്ന് പറഞ്ഞൂടെ. അതല്ലെങ്കിൽ ഈ കപ്പലണ്ടി വാങ്ങാൻ പോകണാൽ ഞങ്ങൾക്ക് എപ്പോഴും വിദേശത്ത് പോകണം, ഏത് സമയത്തും ടിക്കറ്റ് പെട്ടെന്ന് ബസ്സിന് ടിക്കറ്റ് കിട്ടുന്ന അരി പോകണം എന്ന് പറഞ്ഞു. എന്തെല്ലാം രാജ്യത്തിന്റെ കാര്യത്തിന് പറയാ സാറേ, ഒന്ന് ആലോചിച്ച് നോക്കിയെങ്കിലും എന്തെല്ലാം പറയാ രാജ്യത്തിന്റെ കാര്യത്തിന്. അത് പറയാതെ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ പേപ്പറുകൾ വന്നതല്ലേ, എത്ര വട്ടം അയാൾ അവിടെ സംസാരിച്ചത് വേറെ MP-മാരൊക്കെ കേട്ടിട്ട് സാറേ. ശരി, അതാണ് താങ്കൾ പറഞ്ഞു വരുന്ന കാര്യം. നന്ദി ശ്രീ മുഹമ്മദ് പ്രതികരണത്തിന്. മറ്റൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് ജോസഫ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ജോസഫ്, എന്താണ് ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും ഈ പടയൊരുക്കങ്ങൾ നടക്കുന്നു, അതെന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഈ നേതാക്കളുടെ ആവശ്യങ്ങൾ ഈ പ്രവർത്തക സമിതി അല്ലെങ്കിൽ ഇപ്പോഴുള്ള കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കപ്പെടുമെന്നും ഒരു മാറ്റം വരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ?
ഇല്ല. ഇനിയിപ്പോ ഈ ഭൂമി അവസാനിച്ചിട്ട് രണ്ടാമതൊരു ഭൂമി മനുഷ്യർക്ക് ഉണ്ടാകുന്ന കാലത്ത് മാത്രമേ കോൺഗ്രസ് നഷ്ടം കിട്ടും തോന്നുന്നു. ഒന്നാമത് മുഴുവൻ പശുവിന്റെ അടുത്ത് അരപ്പശു മത്സരിക്കാൻ പോയിട്ട് മുഴുവൻ പശു ജയിച്ചു. ഇദ്ദേഹം വട വന്നിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ട്? കോമഡി കളിച്ചിട്ട് അവര് പറഞ്ഞ മാതിരി പ്രിയങ്ക തുറപ്പിച്ചിട്ടൊന്നും ഇല്ല. അപ്പൊ ഇദ്ദേഹം ജോക്കറാണോ? ശരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ സെമിക്കാർഡുകാർക്കൊക്കെ ഇനി കയറ് അന്വേഷണമാണോ അത് കാറ്റപ്രാസ് വന്നത് അന്വേഷണം നടക്കാനേ. ഇവിടെ സി പി എമ്മിനെ കുറ്റം പറഞ്ഞിട്ട് സി പി എമ്മിന്റെ അത്ര പോകുന്ന ചെറിയ പാർട്ടി ആയില്ലേ. ഇപ്പോഴും സി പി എമ്മിന്റെ ചർച്ചകളല്ലേ. സി പി എം വലിയ തോന്നിയാസം കാണിച്ചിട്ടിങ്ങനെ ഒരു സിദ്ധു ലോക കൊമേഡിയൻ ഇയാളൊക്കെ കൊണ്ടല്ലേ പഞ്ചാബിൽ മത്സരിച്ച്. ഇവിടെ ഇങ്ങനെ കൊമേഡിയന്മാരുണ്ട്. ഓക്കെ, നന്ദി ശ്രീ ജോസഫ്. കോഴിക്കോട് നിന്ന് ഷൈജു എന്ന പ്രശ്നം ചേരുന്നു. ഷൈജു, ഇവിടെ ഈ എല്ലാ തോൽവിക്ക് ശേഷം പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ നേതാക്കളും ആ വാക്ക് ആവർത്തിക്കുകയും ചെയ്യും, പാഠം ഉൾക്കൊണ്ട് പ്രവർത്തിക്കും. ഈ പാഠം ഉൾക്കൊള്ളാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആ പാഠം പഠിക്കാൻ ഇതുവരെ എന്തുകൊണ്ടാകാം കോൺഗ്രസിന് കഴിയാത്തത്? അത് അവര് 2014 തൊട്ടിട്ട് അവര് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ സ്വഭാവം കാണിക്കുക. തോറ്റ് 7ാം ക്ലാസ് വരെ എത്തിപ്പോ അവര്. ഇനി ഇത് ഇനി തോൽക്കാനുള്ള ചിന്താഗതി പഠിക്കുന്ന ഒരു പരിധിയില്ല പഠിക്കുന്നതിന്. നമ്മളിപ്പോ ഒന്ന് നോക്കിയാൽ മതി. സോണിയാഗാന്ധി മാത്രം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സീനിയർ നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തിന്റെ പുറകെ ഉറച്ചു നിന്നിരുന്നു. അന്ന് പാർട്ടിക്ക് കെട്ടുറപ്പുണ്ടായിരുന്നു, മതേതരത്വം ഉണ്ടായിരുന്നു, ജയങ്ങൾ ഉണ്ടായിരുന്നു എല്ലായിടത്തും. ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി ഞാൻ കുറ്റം പറഞ്ഞില്ല, അദ്ദേഹം ആ സ്ഥാനത്ത് വന്നതിന് ശേഷം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് പാർട്ടി പോണത്. പാർട്ടിയുടെ സീനിയർ ലീഡേഴ്സിനൊന്നും അവർ വിശ്വാസത്തിലെടുക്കുന്നില്ല. അതുകൊണ്ട് അവരൊക്കെ വിട്ടുനിൽക്കുക. ഏതെങ്കിലും ഒരു സീനിയർ ലീഡർ ഈ പരാജയത്തിന് ശേഷം അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? അപ്പൊ അവര് മീറ്റിംഗ് വിളിക്കാൻ പോകുന്നു പറഞ്ഞു. ഈ പരാജയത്തിന് ശേഷമുള്ള മീറ്റിംഗ് വിളിക്കുക അല്ലാതെ നടപടിയോ മാറ്റങ്ങളോ എന്തെങ്കിലും ആ പാർട്ടിക്കകത്ത് കാണുന്നുണ്ടോ നമ്മള്? അപ്പൊ ഇത് സമൂലമായ മാറ്റം എന്ന് പറഞ്ഞാൽ അതല്ല ആവശ്യം. ഇപ്പൊ അയാൾക്കൊരു അഡ്വൈസർ ഉണ്ട് ഡൽഹിയിൽ, കേരളത്തിൽ നിന്ന് പോയാൽ. ഇയാൾ എന്താ അഡ്വൈസാ കൊടുക്കുന്നത് ആർക്കറിയാം? നമ്മൾ അയാളെ കുറ്റം പറയുന്നതല്ല, പക്ഷെ ഇത് കാണുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളൊന്നും ഒരു പാർട്ടിക്കാരനല്ല, പക്ഷെ ഒരു വോട്ടർ നിലക്ക് നമ്മളൊരു പാർട്ടിയെ പറ്റി വിലയിരുത്തുമ്പോൾ വളരെ പരിതാപകരമാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഓക്കെ, നന്ദി. വ്യക്തമാണ് ശ്രീ ഷൈജോ താങ്കളുടെ പ്രതികരണം. മറ്റൊരു പ്രേക്ഷകൻ ജോസൂട്ടി ചേരുന്നു. ഇടുക്കിയിൽ നിന്നാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിന് ചേരുന്നത്. ജോസൂട്ടി, ഈ വിഭാഗീയത അത് വല്ലാത്ത തോതിൽ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുകയാണ്. പഞ്ചാബിൽ നമ്മൾ കണ്ടു, അവിടെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് എങ്ങനെയാണെന്നും അവസാനം എന്താണ് സംഭവിച്ചതെന്നും നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ജനം അത് മനസ്സിലാക്കി കൊടുത്തു. ഇനിയും 2 സ്റ്റേറ്റ് ഉണ്ട്, അവിടെയും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടെയാണെങ്കിൽ നേതാക്കൾ തമ്മിൽ കൂട്ടയടിയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ പോയാൽ എന്ത് ചെയ്യാൻ കഴിയും, എന്തായി മാറും എന്നുള്ളതാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഇനിയെങ്കിലും ഈ നേതൃത്വത്തിന് കഴിയുമോ എന്നുള്ളൊരു ചിന്ത പല ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. അത് താങ്കളുടെ പ്രതികരണം? അത് വിഭാഗീയത ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് എന്നാ വെച്ചാൽ കാരണം എന്നാ വെച്ചാൽ ഈ 10-20 കൊല്ലം ഈ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന അധ്വാനിക്കാതെ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. സുഖ സൗകര്യങ്ങളെല്ലാം ലഭിച്ച് അധ്വാനിക്കാതെ ഇവര് കഷ്ടപ്പെടാതെ ഇവര് ഭരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇത് ജനങ്ങൾക്ക് അന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് അറിയത്തില്ല. ഈ കട്ടുമുടിച്ച് നാശമാക്കിയപ്പോഴൊന്നും ജനങ്ങൾ അറിഞ്ഞില്ല. അതിനുശേഷമാണ് ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായത്. ഇപ്പൊ കക്കോ ഇല്ല മോഷിയോ ഇല്ലാത്ത 2 പാർട്ടികളെ ജനങ്ങൾ തിരഞ്ഞെടുത്തു, ആം ആദ്മി പാർട്ടി BJP. ടെലിസ്കോപ്പ് വെച്ച് അതിന്റെ പുറകെ നടക്കുന്നുണ്ട് BJPയുടെ ഒരു അഴിമതി എന്തെങ്കിലും കാണിക്കാൻ സാധിക്കണം. അതുപോലെ ആം ആദ്മി പാർട്ടി. ഞാൻ പറഞ്ഞു ഈ 2 പാർട്ടിയും പറഞ്ഞു, കേരളത്തിലും പറഞ്ഞു, ഈ കേരളത്തിലും ആം ആദ്മി പാർട്ടി വന്നു കഴിഞ്ഞാൽ ഈ 2 അഴിമതിക്കാരെ തൂത്ത് തുടച്ചു മാറ്റി ആ പാർട്ടി വരണം. ആ പാർട്ടി വന്നാൽ മാത്രമേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം രക്ഷപ്പെടുത്തുള്ളൂ. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഈ ചെറുക്കൻ നിന്നാലും തൂക്കില്ല. ഈ ചെറുക്കൻ നമ്മുടെ വയനാട്ടിൽ വന്നല്ലേ ജയിച്ച് അവിടെ ഒരു വനിതയോടെ തോറ്റുപോയത്. കാരണം എന്താ വെച്ചാൽ ഇലക്ഷൻ ആകുമ്പോൾ അങ്ങോട്ട് ചെന്നാൽ മാത്രം പോരാ, ആ നാടിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞു കേട്ട് അവരുമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ ഈ പിള്ളേർക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇനി നേതൃഭാഗത്തും വന്നാലും വലിയ ഗുണമൊന്നുമില്ല. കാരണം അവർക്ക് ആർക്കും കഷ്ടപ്പെടാൻ പറ്റില്ല. ഈ കേരളത്തിൽ പോലും ഇപ്പോൾ ഈ G23 എന്ന് പറയുന്ന ആ കൂട്ടത്തിലുള്ള നേതാക്കളിൽ ആരെങ്കിലും വന്നാൽ അല്ലെങ്കിൽ അത്തരമൊരു മാറ്റങ്ങളിലേക്ക് വന്നാൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അവരൊക്കെ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് മടുത്ത് പോയിട്ട് ഇപ്പം വികർന്ന് തലമുറയിട്ട് കാണുന്ന അവര് വന്നാലും രക്ഷപ്പെടില്ല. നന്ദി ശ്രീ ജോസൂട്ടി, വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് സുരേന്ദ്രൻ എന്ന പ്രേക്ഷകനാണ്. സുരേന്ദ്രൻ, എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കി കാണുന്നത്? എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ നമ്മള് അങ്ങാടി തോറ്റന് അമ്മയോടെന്ന് പറയില്ലേ, അത് പറഞ്ഞ മാതിരി നമ്മള് ഇപ്പൊ CPM കാരാണെന്നാണോ അവരെ തോൽപ്പിച്ചത്? കോൺഗ്രസിനെ തോൽപ്പിച്ച് CPM ആണെന്നാണ് അവരെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പറയുന്നത്. കോൺഗ്രസ് നന്നാവണമെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ പിടിവാശി മാറ്റുക. അവരാണ് ലീഡർഷിപ്പിലേക്ക് വരേണ്ടതെന്നുള്ള കാരണം ഇനി ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ പ്രാദേശികമായി വരുന്ന തൃണമൂൽ കോൺഗ്രസ് ആന്ധ്രയിലെ, അതുപോലെ മറ്റുള്ള സ്ഥലങ്ങള് DMK ഇങ്ങനെയുള്ള കക്ഷികള് എല്ലാവരും കൂടിയിട്ട് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നേ എല്ലാവരും കൂടിയിട്ട് ഒരേ പ്ലാറ്റ്ഫോമിൽ മത്സരിക്കുക. മത്സരത്തിന് ശേഷം
ആര് വേണമെന്നുള്ള തീരുമാനിക്കുക. അങ്ങനെ വന്നാലേ കോൺഗ്രസ് നേരെയാവുള്ളൂ. കോൺഗ്രസിന് പറ്റണമെങ്കിൽ ഈ പറഞ്ഞ പിടിവാശി ഞങ്ങൾ തന്നെ ലീഡർഷിപ്പിൽ വരണം എന്നുള്ളത് ഉപേക്ഷിക്കുക. പിന്നെ ഈ രാഹുൽ ഗാന്ധിയൊക്കെ ചെയ്തത് എന്താ, അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയും ചെയ്ത് റായ്ബറേലി അമേഠി ആ 2 മണ്ഡലങ്ങൾ പാർലമെന്റ് മണ്ഡലങ്ങൾ അവര് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചെങ്കിൽ ഒരു 10 സീറ്റെങ്കിലും കിട്ടുമായിരുന്നു. ഇതൊന്നും ചെയ്യാണ്ട് 309 മണ്ഡലത്തിൽ വെറുതെ കിടന്ന് വെറുതെ ഷോ കാണിച്ച് ഉള്ളതും കളഞ്ഞു. വയനാട്ടിൽ വന്ന് മത്സരിച്ചു, എന്തുണ്ടായി? ഉത്തർപ്രദേശിൽ അങ്ങനെ കോൺഗ്രസിനെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞു. ഇവിടെ ഒരു 19 സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്നു. ഉത്തർപ്രദേശും മറ്റുള്ള ഹിന്ദി സംസ്ഥാനങ്ങളിലെ മുഴുവൻ കോൺഗ്രസിനെ എടുത്ത് ദൂരേക്കെടുത്ത് കളയുക ചെയ്ത്. അതിന് AK ആന്റണി, AC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി ഇവരൊക്കെ കൂടി പറഞ്ഞ് അതിനെ കുരങ്ങളിപ്പിക്കുകയായിരുന്നു. ശരി, ഇതാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ്. നന്ദി സുരേന്ദ്രൻ പ്രതികരണത്തിന്. മറ്റൊരു പ്രേക്ഷകൻ ഉമ്മർ വഴിക്കടവ്. ഉമ്മർ, ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുരേന്ദ്രൻ എന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടിയ കാര്യം തന്നെയാണ്. റായ്ബറേലി അടക്കമുള്ള സ്ഥലങ്ങളിൽ മത്സരിച്ച് 399 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. അതിൽ 387 മണ്ഡലങ്ങളിലും കെട്ടിവെച്ച കാശ് പോലും നഷ്ടമായിരിക്കുന്നു കോൺഗ്രസിന്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ 2 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട്, ഛത്തീസ്ഗഡും രാജസ്ഥാനും. അതുകൂടി ഈ അവസ്ഥയിലേക്ക് പോകുന്ന തരത്തിലേക്കാണോ ഈ നേതൃത്വം പോകുന്നത്? ഇതിനകത്തും തന്നെ ആണെങ്കിൽ അതിനപ്പുറത്തേക്കാവും പോവാ. എനിക്ക് യാതൊരു സംശയമില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഏറ്റവും വലിയ തെളിവുകളല്ല കോൺഗ്രസ് ഒറ്റക്കാണ് നിന്നത്. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ഉൾക്കൊള്ളാൻ കഴിവുണ്ട്. പണ്ട് നോക്കിയ ഫോണായിരുന്നു ഇന്ത്യയിൽ മൊത്തം ജനങ്ങളെ പേര് ഉണ്ടായിരുന്നതിനോ. ടെക്നോളജിക്ക് അനുസരിച്ച് മാറിയില്ല. അതിന് എന്ത് പറ്റി? നോക്കിയ നമ്മുടെ സാധനപ്പാരെയും കയ്യിൽ തിരഞ്ഞാൽ കാണും. അതുപോലെ ആവും കോൺഗ്രസിന്റെ അവസ്ഥ. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ഉൾക്കൊണ്ട് നേതാക്കളും അണികളും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഉൾക്കൊള്ളണ്ടേ. UP നമ്മൾ ആരെ കൂട്ടുപിടിക്കണം, അതല്ലെങ്കിലും രാജസ്ഥാനിൽ ആരെ കൂട്ടുപിടിക്കണം, പഞ്ചാബിൽ ആരെ കൂട്ടുപിടിക്കണം. ആ കൂട്ടുപിടിച്ച് ബൂത്തിൽ നിന്ന് തലത്തിൽ ഉണ്ടാക്കിയിട്ട് പ്രാദേശികമായ പാർട്ടികളായിട്ട് കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ പൂർണ്ണ കണ്ടീഷനല്ലേ. പഴയ കാലത്തും പോയില്ലേ, കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാലഘട്ടം പോയി. ഇന്ന് എല്ലാ മതങ്ങൾക്കും എല്ലാ ജാതികൾക്കും എല്ലാ പാർട്ടികൾക്കും പ്രാദേശിക പാർട്ടികൾക്കും ഭയങ്കര ബലം കൊടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിന്റെ ഇടയിൽ കൂടെ ജാതീയമായ കളികൾ. ശരി, ഓക്കെ, നന്ദി ശ്രീകുമാർ. പ്രതികരണത്തിന് നന്ദി. വ്യക്തമാണ്. അഹമ്മദാബാദിൽ നിന്നും രാധാകൃഷ്ണൻ എന്ന പ്രശ്നം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, ഇവിടെ ഉടൻ അഴിച്ചുപണി വേണം എന്ന ആവശ്യം പല ഭാഗത്തു നിന്ന് ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ ഈ അഴിച്ചുപണി ഉടൻ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഴിച്ചുപണി നടത്തിയത് കൊണ്ട് നിലവിലെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം കോൺഗ്രസിന് ഉണ്ടാകും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? ഇല്ല, കോൺഗ്രസിന്റെ ഇന്നത്തെ സ്ഥിതി കുത്തഴിഞ്ഞ സംഘടനാ സംവിധാനം. അപ്പം കോൺഗ്രസിന്റെ മുമ്പോട്ടുള്ള ഭാവി തന്നെ ചോദ്യം ചിഹ്നമായിരിക്കുകയാണ്. കുത്തഴിഞ്ഞ സംവിധാനമായതുകൊണ്ട് എത്രയോ വർഷങ്ങൾക്ക് കോൺഗ്രസിന് നേതൃത്വമില്ല. ഇന്നുവരെ ആരും അത് പറയുന്നില്ല. കേരളത്തിൽ തന്നെ നോക്കിയോ ഗ്രൂപ്പിസമാണ്. ഇപ്പം ഒരു ഒറ്റ രാജ്യസഭാ സീറ്റ് വേണ്ടി പിന്നെ KV തോമസ് ഡൽഹിയിലെ തെരുവീതിയിൽ ഭിക്ഷാദേഹിയായിട്ട് നടക്കുന്നു. ദയനീയമായ സ്ഥിതി. ഇതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. കൂട്ടത്തല്ല്, അധികാരത്തിന് വേണ്ടി ഏത് അപ്പകഷ്ടത്തിന് വേണ്ടി ഏത് സംവിധാനവും ഏത് ഇതും ചെയ്യുന്ന സംവിധാനം. അതാണ് ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പരാജയം. ഒരു സംഘടനാ സംവിധാനമില്ല പ്രോപ്പറായിട്ട്. ശരി, ഓക്കെ, നന്ദി ശ്രീ രാധാകൃഷ്ണൻ പ്രതികരണത്തിന്. എന്തായാലും ഈ വിഷയത്തിൽ മറ്റ് പ്രേക്ഷകരുടെ നിലപാട് നമുക്കറിയാം ഇടവേളയ്ക്ക് ശേഷം. കോൺഗ്രസിൽ പടയൊരുക്കുമോ എന്നുള്ളതാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. പ്രേക്ഷകർ ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്നും ശ്യാംലാൽ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്യാംലാൽ, കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. വോട്ടിംഗ് പെർസെൻറ്റേജ് പോലും പരിശോധിക്കുമ്പോൾ വല്ലാത്ത തകർച്ചയാണ് ഇപ്പോൾ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തകർച്ചയിൽ നിന്ന് മുന്നോട്ട് പോകാൻ ചില ആവശ്യങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നോ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില ആവശ്യങ്ങൾ ഉയർന്നു വന്നു. അത് കൂടുതൽ ചർച്ചകൾ വേണം, നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം, അത് സാധ്യമാകണം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് താങ്കളുടെ പ്രതികരണം? കേൾക്കാമോ ശ്യാംലാൽ? സാറേ, ഇപ്പൊ നമ്മൾക്ക് കോൺഗ്രസിന്റെ ഒരു നേതൃമാറ്റം ഒരിക്കലും സാധ്യമല്ല. കാരണം രാഹുൽ ഗാന്ധിയെ പോലും നേതാവിനെ മാറ്റിയിട്ട് ഒരു പുതിയ നേതൃനിര വരാൻ ഒരു കാരണവശാലും കോൺഗ്രസിന് അത്രയ്ക്ക് നല്ലൊരു നേതാക്കന്മാർ ഇപ്പം നിലവിലില്ല. ഇപ്പം BJPയുടെ ഈ കയറ്റം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ കോൺഗ്രസിന്റെ ബാക്കിയുള്ള നേതാക്കന്മാരുടെ പോരായ്മ തന്നെയാണ്. അപ്പൊ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവിനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഗാന്ധി കുടുംബത്തിന് ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയ നേതൃത്വം വന്നാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് വട്ടപൂജ ആവത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ G23 നേതാക്കൾ അടക്കമുള്ള മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ അത്തരം ആവശ്യങ്ങളിലേക്ക് പോയാലും രക്ഷയില്ല എന്നുള്ളതാണ്. G23 നേതാക്കന്മാരുടെ ഏജ് സാർ കാൽക്കുലേറ്റ് ചെയ്യും. ഈ നേതാക്കന്മാർ അല്ലെങ്കിൽ യുവത്വത്തിന്റെ ഒരു നിര തന്നെ മുന്നിൽ വരണം. ശരി, ഓക്കെ, നന്ദി ശ്യാംലാൽ പ്രതികരണത്തിന്.
ചെങ്ങന്നൂരിൽ നിന്നും ജയകുമാർ എന്ന പ്രശ്നമാണ് ചേരുന്നത്. ജയകുമാർ, എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? പ്രത്യേകിച്ചും ഈ തോൽവിയൊക്കെ ഏറ്റുവാങ്ങുന്നു. നാളെ വൈകിട്ട് 4 മണിക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരാൻ പോകുന്നു. പ്രവർത്തക സമിതി ചേർന്ന് പാഠം പഠിക്കുമെന്ന് പറയുന്നതല്ലാതെ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, തൽക്കാലം നേതൃമാറ്റം എന്നുള്ളതല്ല പ്രധാന കാര്യം. പഴയ നേതൃത്വവും പുതിയ നേതൃത്വവും കൂടെ കൂടിച്ചേർന്ന് പക്വതയോട് കൂടിയിട്ട് പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തിൽ പല സാഹചര്യങ്ങളും ഉണ്ടാകാം. അതിനെ തരണം ചെയ്യാൻ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട്, തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഒക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് പിന്നിലെ അവർക്ക് ഉപദേശകരായിട്ട് എല്ലാവരും ഒരു ധാരണയിൽ കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേരെ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുമായിരിക്കും. ഇപ്പം കേരളത്തിലെ സ്ഥിതി തന്നെ അറിയാമല്ലോ. നല്ല നല്ല ഘടകകക്ഷികളെ ഈ വോട്ടുകൾ കൂടുതലുള്ള ഘടകകക്ഷികളെ എല്ലാം അകറ്റി നിർത്തിയ ഒരു സാഹചര്യം, പല സാഹചര്യങ്ങളാണ്. അതിന് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ അതിന് കാരണക്കാരാണ്. എത്രയോ നേതാക്കന്മാർ ഈ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. അവരെല്ലാം ഇപ്പോഴും കോൺഗ്രസിന്റെ അതിൽ നിന്ന് ആനുകൂല്യം ഇപ്പോഴും നിലവിലും പറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കെയറോഫില്. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം കണ്ട് ഒരു നല്ലൊരു ഒറ്റക്കെട്ടായിട്ട് പോകാൻ തീർച്ചയായിട്ടും നേരെ തയ്യാറാകണം. പഴയതും പുതിയതും എല്ലാവരും കൂടെ ചേർന്ന് ചർച്ച ചെയ്ത് ഇപ്പോഴത്തെ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ മാത്രമേ ഉള്ളൂ ഇതിനൊരു മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കാരണം ഇപ്പൊ ഇവർ പഴയ ആളുകൾ വരുമ്പോ തീർച്ചയായിട്ടും ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കൂടെ നയിക്കുന്ന കുറെ ആളുകളെ പഴയ ആളുകളെ അടുപ്പിക്കാതിരിക്കാൻ നോക്കുന്നു. അപ്പൊ പഴയ ആളുകൾ ഇപ്പൊ പറയുന്ന ഇപ്പൊ കെ സി വേണുഗോപാലിനെ പോലുള്ളവർ മാറണമെന്ന് പറയുന്നു. ഇത് രണ്ട് ധ്രുവങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. നന്ദി ശ്രീ ജയകുമാർ പ്രതികരണത്തിന്. കാസർഗോഡ് നിന്ന് അജിത്ത് എന്ന പ്രേക്ഷകനാണ്. അജിത്ത്, ഇനി കോൺഗ്രസിന് മുന്നിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് താങ്കൾ കരുതുന്നത്? അജിത്ത് ടെലിഫോൺ ലൈനിൽ ഇല്ല എന്ന് തോന്നുന്നു. ശിവപ്രസാദ് കായംകുളത്ത് തന്ന ശിവപ്രസാദിന് പറയാം. ഹലോ സാർ. ശിവപ്രസാദ് കേൾക്കാമോ? കേൾക്കാം സാറേ. കോൺഗ്രസിന്റെ ഒരു നേതൃമാറ്റം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അത് താൽക്കാലികമായിട്ടൊന്നും മാറാതെ കോൺഗ്രസ് പെട്ടെന്നൊന്നും രക്ഷപ്പെട്ട് വരുന്നില്ല. പണ്ട് നമ്മുടെ PV നരസിംഹറാവു ഒക്കെ കോൺഗ്രസ് കുടുംബത്തിൽ, ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ തന്നെയും കോൺഗ്രസിന്റെ തലപ്പത്ത് വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വരെയായി. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് വളരെയധികം ഉണ്ട്. വളരെ വർഷങ്ങൾ കൊണ്ട് കോൺഗ്രസിന് വേണ്ടി മരിച്ചും ചത്തും കിടന്ന് പ്രവർത്തിച്ച ആൾക്കാർ നിൽക്കുകയാണ് ഇന്നും നാളെ ഇന്നലെയായി കയറി. ശിവപ്രസാദ്, ഇവിടെ ഗുലാം നബി ആസാദ് അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ മുന്നേ, അപ്പൊ അവരെ അങ്ങനെയുള്ള നേതാക്കൾ വന്നാൽ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഗുലാം നബി ആസാദിനെ പോലുള്ള അവർക്ക് രാഷ്ട്രീയ കോൺഗ്രസിന് വേണ്ടി മരിച്ചു കിടന്ന് പരിശ്രമിച്ചിട്ടുള്ളവരാണ്. ഇപ്പൊ തന്നെ പ്രിയങ്ക ഗാന്ധി UP ഒരു പ്രസ്താവന നടത്തി, ഞാൻ മുഖ്യമന്ത്രിയാവുന്നു. ആ സമയത്ത് ഒരു പ്രസ്താവന നടത്തിയതുകൊണ്ട് എന്ത് ദോഷമുണ്ടായി? UP കോൺഗ്രസ്സുകാർ തന്നെ വോട്ട് ചെയ്യാതെ വന്നു. കൂടാതെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിൻ്റെതായ ബിസിനസ്, റോബർട്ട് വധേരയുടെ ബിസിനസ് വടക്കേ ഇന്ത്യയിൽ അറിയാൻ വയ്യാത്ത ഒരൊറ്റ കോൺഗ്രസ്സുകാരില്ല, ഒരൊറ്റ ആൾക്കാരില്ല. അദ്ദേഹത്തിൻ്റെയൊക്കെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള ഇടപെടലും പിന്നെ പല ബിസിനസ്സിനകത്ത് നടത്തിയിട്ടുള്ള അഴിമതികളും പലതും പുറത്തു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ താൽക്കാലികമായി ഒന്ന് മാറി നിന്നു. മറ്റുള്ളവരെ ഒന്ന് ഏൽപ്പിച്ചിട്ട് കോൺഗ്രസ് ഒന്ന് പച്ചപിടിക്കട്ടെ. ഈ ഇത്രയും 10-20 വയസ്സുള്ള ഞങ്ങൾ ആരും പരമ്പരാഗതമായ കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ച് യാതൊരുവിധമായ ആനുകൂല്യങ്ങളിൽ കൈപ്പറ്റിയിട്ട് പ്രവർത്തിച്ചല്ല. ശരി, നന്ദി ശിവപ്രസാദ്. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ഹൈദരാബാദിൽ നിന്നും രാജൻ എന്ന പ്രശ്നമാണ് ചേരുന്നത്. രാജൻ, കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന് ചിലർ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നു. ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ വേണമെന്ന് ആലോചിക്കാൻ വേണ്ടി നാളെ യോഗം ചേരുന്നു. അങ്ങനെ പല കാര്യങ്ങളും നടക്കാൻ പോകുന്നു. അപ്പോൾ എന്താണ് ഈ മാറ്റം സാധ്യമാകുമെന്നും ഇപ്പോഴുള്ള നിലവിലെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം പാർട്ടിക്ക് തന്നെ ഉണ്ടാവുമെന്ന്, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തന്നെ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ കുടുംബഭരണം അവസാനിപ്പിക്കണം. കുടുംബഭരണം അവസാനിപ്പിച്ചിട്ട് നല്ല നല്ല ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരെ തെരഞ്ഞെടുത്ത് കൊണ്ടുവരണം. അത് ഈ കോൺഗ്രസിൽ നടപ്പാകുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ലെങ്കിൽ കോൺഗ്രസ് പിന്നെ ഇന്നത്തെ അവസ്ഥയല്ല, നാളെ ഇതിനെക്കാട്ടി പരിതാപകരമായിട്ട് പോകും. അതിനകത്ത് നമ്മൾ ദുഃഖിക്കുക മാത്രമേ ഉള്ളൂ. അതിനകത്ത് പോയി നല്ല ശശി തരൂർ പോലുള്ള നല്ല നേതാക്കന്മാരെ നല്ലപോലെ അവരെ ആക്റ്റീവായിട്ട് തിരിച്ചു കൊണ്ടുവരണം. ശരി,
ഓക്കെ, നന്ദി ശ്രീരാജൻ പ്രതികരണത്തിന്. ശൂർനാട് നിന്ന് ശ്രീകുമാർ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീകുമാർ ഇപ്പോൾ പറഞ്ഞതുപോലെ യുവാക്കൾ വരണം, പുതിയ നേതൃത്വം വരണം, അത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വരുന്നു. ഈ കുടുംബ ഭരണം അവസാനിപ്പിക്കണമെന്നുള്ള കാര്യങ്ങളാണ് പ്രേക്ഷകരിൽ കുറേയൊക്കെ പേർ ഉന്നയിക്കുന്നത്. അപ്പോൾ അത്തരമൊരു മാറ്റം ഉടനടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? എന്താണ് കരുതുന്നത്? ഹലോ, കേൾക്കാമോ? കേൾക്കാം. അതായത് കോൺഗ്രസ് നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരാളാണ് ഞാൻ. കോൺഗ്രസ് മതേതര ഇന്ത്യക്ക് ആവശ്യമാണ്. മതേതര ഇന്ത്യക്ക് കോൺഗ്രസ് ആവശ്യമുള്ളപ്പം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടത് കോൺഗ്രസിന്റെ ഇന്നത്തെ നേതൃത്വത്തിന്റെ ആവശ്യവും ഈ ജനങ്ങളുടെ ആവശ്യവുമാണ്. കാരണം കോൺഗ്രസ് പാർട്ടി തകർന്നപ്പോൾ വർഗീയ ശക്തികൾ പല മേഖലകളിലും പിടിമുറുക്കിയതാണ്. ആ സമയത്ത് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇന്ത്യ എന്ന മഹാരാജ്യം വളരെയധികം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, നന്ദി ശ്രീകുമാർ പ്രതികരണത്തിന്. കണ്ണൂരിൽ നിന്ന് ജിതേഷ്. ജിതേഷ്, ഇവിടെ കോൺഗ്രസിൽ നേതാക്കളുടെ കുറവൊന്നുമില്ല, ആവശ്യം പോലെ നേതാക്കളുണ്ട്. പക്ഷേ ആ നേതാക്കളുടെ എല്ലാം ലക്ഷ്യം സ്വന്തം കാര്യം എന്നുള്ളതിനപ്പുറം മറ്റൊന്നുമില്ല, വിഭാഗീയത തന്നെയാണ് എവിടെയും. അപ്പോൾ അതൊക്കെ തന്നെയല്ലേ ഈ പ്രശ്നം? അത് അവസാനിപ്പിച്ചാൽ തീരില്ലേ പ്രശ്നം? കോൺഗ്രസിലെ നേതാക്കളുടെ പട മാത്രമേ ഉള്ളൂ. ആ പടയിൽ വലിയൊരു പടം ഓൾറെഡി BJPയുടെ കൂടെ ചേർന്ന് കഴിഞ്ഞു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. BJP മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് ബദലാവാൻ ഇന്ത്യയിൽ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്ന പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതാണ് ഈ കോൺഗ്രസിന് ഇവിടെ സ്ഥാനമില്ലാതെ പോകുന്നത്. ഇവിടെ വർഗീയത പറയാൻ BJP ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഒരു B ടീമായിട്ട് കോൺഗ്രസ് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധി പോകുന്നിടത്തൊക്കെ കുറിയോട്ടിട്ടും ഹിന്ദു വർഗീയതയുടെ പ്രചാരകനായി മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ലേ രാഹുൽ ഗാന്ധി നടത്തുന്നത്. അതുപോലെ തന്നെ പല നേതാക്കളും ആ ഒരു ലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇന്ത്യയിൽ ഇന്ന് സ്ഥാനമില്ലാതെ പോയത്. ഈ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം വർഗീയത പറയാനാണെങ്കിൽ അല്ലെ BJP ഹിന്ദു വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്തിന് ഇവിടെ BJP ഉണ്ടല്ലോ, നമ്മൾ എന്തിനാണ്? വ്യക്തമാണ്. നന്ദി ശ്രീ ജിതേഷ്, താങ്കളുടെ പ്രതികരണത്തിന് നന്ദി. കോൺഗ്രസിൽ പടയൊരുക്കമോ എന്നുള്ളതായിരുന്നു ഇന്ന് പൊതുവേദി പ്രേക്ഷകരുടെ മുന്നിൽ വെച്ച ചോദ്യം. ആ ചോദ്യത്തോട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. പൊതുവേദി പൂർണ്ണമാകുന്നു. നമസ്കാരം.